മുൻ മുഖ്യമന്ത്രി വി.എസിന് വിട നൽകാൻ ഒരുങ്ങി കേരളം. ഭൗതികദേഹം തിരുവനന്തപുരത്തെ വസതിയിലെത്തിച്ചു. രാവിലെ 9 മണിയോടുകൂടി ദർബാർ ഹാളിൽ പൊതുദർശനം. സംസ്കാരം നാളെ ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാവിലെ 9 മണിയോടുകൂടി വി.എസിൻ്റെ ഭൗതികദേഹം പൊതുദർശനത്തിന് വയ്ക്കുമെന്നാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രുതി, കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ സാധിച്ചതാണ് വി.എസിനെ അവസാന നോക്ക് കാണാനായി നിരവധി പേർ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം. സമാനമായ സാഹചര്യം തന്നെയാണ് ഇന്ന് വി.എസിൻ്റെ തിരുവനന്തപുരത്തെ വസതിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, വി.എസിൻ്റെ കുടുംബ പേരാണ് വേലിക്കകത്ത് എന്ന പേര്. അത് ആലപ്പുഴ ജില്ലയിലെ അദ്ദേഹത്തിൻ്റെ കുടുംബ പേരാണ്. ആ പേര് തന്നെയാണ് തിരുവനന്തപുരത്തെ ഈ വസതിക്കും അദ്ദേഹം നൽകിയിരിക്കുന്നത്. എന്തായിരുന്നാലും വി.എസിനെ അവസാന ഘട്ടത്തിൽ ഒരു നോക്ക് കണ്ട് അന്തിമോപചാരം അർപ്പിക്കാനായി നിരവധി പേർ ഇപ്പോഴും ഒഴുകിയെത്തുന്നത്. ഈ പുലർച്ചെ മുതൽ കഴിഞ്ഞ ദിവസം രാത്രി നമുക്ക് AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വി.എസിൻ്റെ ഭൗതിക ശരീരം വിലാപയാത്രയായി തന്നെയാണ് വീട്ടിലേക്ക് എത്തിക്കുന്നത്. ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരത്തെ വസതിയിലേക്ക് എത്തുന്നത്. ആ വസതിയിൽ പോലും വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. പൊതുദർശനം ഉൾപ്പെടെയുള്ളവ ഒരുക്കിയിരിക്കുന്നത് സെക്രട്ടേറിയറ്റിനുള്ളിലെ ദർബാർ ഹാളിലാണ്. അത് 9 മണിയോടുകൂടി തന്നെ ആരംഭിക്കും. ഞാൻ നിൽക്കുന്ന ഈ വീട്ടിൽ നിന്ന് ഒരു 8:30 മണിയോടുകൂടി തന്നെ വിലാപയാത്രയായി ഇവിടെ നിന്ന് വി.എസിൻ്റെ ഭൗതിക ശരീരം ദർബാർ ഹാളിലേക്ക് എത്തിക്കും. ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 2 മണിയോടുകൂടി ആലപ്പുഴയിലേക്ക് വിലാപയാത്രയായി തന്നെ തിരുവനന്തപുരത്ത് നിന്ന് വി.എസിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോകും. അതിനുശേഷം നാളെ രാവിലെ 9 മണിക്ക് അവിടെയുള്ള CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വി.എസിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം വൈകുന്നേരത്തോടു കൂടിയാണ് മറ്റ് സംസ്കാര ചടങ്ങുകൾ. 3 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നതെങ്കിൽ പോലും വരുന്ന ഒരു വലിയ തിരക്ക് വി.എസിനെ ഒരു നോക്ക് കാണാനായി വലിയ തിരക്ക് തന്നെയായിരുന്നു അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം AKG സെൻറ്ററിൽ കാണാൻ സാധിച്ചത് സമാനമായ സാഹചര്യം തന്നെയാണ്. നിരവധി പേർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വി.എസിനെ അവസാന ഘട്ടമായി ഒന്ന് കാണാനായി നിരവധി പേർ എത്തുകയാണ്. നമുക്കറിയാം, പുലർച്ചെയാണ്. ഈ പുലർച്ചെ സമയത്ത് പോലും നിരവധി പേർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. വി.എസിൻ്റെ ഒരു ഓർമ്മകൾ വി.എസിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നു. എവിടെ നിന്നാണ്? അടുത്തുള്ള ആൾക്കാരാണോ അതോ പുറത്ത് ദൂരെ നിന്ന്? കൊല്ലം കടക്കിൽ നിന്ന് ഇന്നലെ രാത്രി വന്നതാണ്. ഇന്ന് വെളുപ്പിനെ എത്തിയതാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ കേരളത്തിൽ മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു നേതാവായിട്ടാണ്. നമ്മളെയൊക്കെ മനസ്സുകളിൽ ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള അഴിമതിക്കെതിരെയും പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള, ജനങ്ങളുടെ മനസ്സിൽ കുടികൊണ്ടിട്ടുള്ളൊരു നേതാവാണ്. തീർച്ചയായിട്ടും ശ്രുതി, ഓരോ പാർട്ടി പ്രവർത്തകർ പറയുന്നത് പോലെ ജനഹൃദയങ്ങളിൽ കീഴടക്കിയ നേതാവാണ് വി.എസ്. അച്യുതാനന്ദൻ എന്ന പാർട്ടി പ്രവർത്തകരുടെ ആവേശജലമായ കണ്ണീരോടുള്ള ഒരു വാക്കുകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിരവധി പേർ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഇവിടേക്ക് ഈ വേലിക്കകത്തെ വീട്ടിലേക്ക് ഒഴുകിയെത്തുകയാണ്. നമുക്കത് തന്നെയാണ് രാവിലെ മുതൽ കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും പ്രവർത്തകർ ഓരോരുത്തരും വിങ്ങിപ്പൊട്ടുന്ന കാഴ്ചയും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം എടുത്തു പറയേണ്ടത്, ഇന്നലെ പൊതുദർശനത്തിന് ശേഷം AKG പഠന ഗവേഷണ കേന്ദ്രത്തിലെ പൊതുദർശനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് എത്തുമ്പോൾ പൊതുദർശനം ഉണ്ടായിരിക്കില്ല എന്നാണ് പാർട്ടി പ്രവർത്തകരെയും ഒപ്പം തന്നെ മറ്റു വി.എസിനെ സ്നേഹിക്കുന്നവരുടെയും മുന്നിൽ പറഞ്ഞിരുന്നത്. പക്ഷേ അർദ്ധരാത്രിയിലും ഒരു നീണ്ട നിര തന്നെയാണ് ഞാൻ നിൽക്കുന്ന വി.എസിൻ്റെ വീടിന് സമീപത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. വി.എസിൻ്റെ ഭൗതിക ശരീരത്തിൽ വി.എസിനായി അന്തിമോപചാരം അർപ്പിക്കാനായി നിരവധി പേർ ഇപ്പോഴും ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്ക് ചുറ്റുമായി പോലും നമുക്ക് നിരവധി പേരെ കാണാൻ സാധിക്കുന്നു. പക്ഷേ 9 മണിയോടുകൂടി ഞാൻ നിൽക്കുന്ന ഈ പ്രദേശം ഒരു ജനസാഗരമായി മാറും. വി.എസിന് അന്തിമോപചാരം അർപ്പിക്കാനായി നിരവധി പേർ ഒഴുകിയെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് അത്തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. കാരണം ഇന്ന്
സംസ്ഥാനത്ത് മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ VS അച്യുതാനന്ദൻ്റെ നിര്യാണത്തിൽ VSൻ്റെ നിര്യാണത്തിൽ പൊതു അവധിയാണ് പ്രഖ്യാപിച്ചതുള്ളൂ. ഒപ്പം തന്നെ 3 ദിവസം ദുഃഖാചരണവും സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും ഇന്ന് പൊതു അവധിയാണ്. പരീക്ഷകളടക്കമുള്ള മറ്റ് പൊതു പരിപാടികളടക്കമുള്ളവ എല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് VSൻ്റെ വിയോഗത്തിൽ ഒരു ദുഃഖാചരണം സംസ്ഥാനമൊട്ടാകെ നൽകുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് സർക്കാർ തലത്തിലുള്ള ഒരു പൊതു അവധിയുടെ പ്രഖ്യാപനവും ഉണ്ടായിരിക്കുന്നത്. എന്തായിരുന്നാലും VSൻ്റെ ആ ഒരു വിട അത് വലിയ ചരിത്രത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിടയെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൻ്റെ ആ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പറയുമ്പോൾ VSൻ്റെ ചരിത്രവും കേരളത്തിൽ പറയാതെ പോകാൻ സാധിക്കില്ല. കാരണം ഒരു യുഗം മുഴുവൻ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടിയും തൻ്റെ നിലപാടുകൾക്ക് ഉറച്ച നിലപാടുകളുമായി കരുത്താരുന്ന തരത്തിൽ നിലപാടുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കുന്ന ഒരു അതുല്യ പ്രതിഭ എന്നാണ് നമുക്ക് VSനെ വിശേഷിപ്പിക്കാൻ സാധിക്കുക. കാരണം പല ഘട്ടങ്ങളിലും പാർട്ടി നേതാക്കൾ VSൻ്റെ നിലപാടിനൊപ്പം നിലനിൽക്കാത്ത ഘട്ടങ്ങളിൽ പോലും VS തൻ്റെ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇതല്ല തൻ്റെ പാർട്ടി എന്ന് പല ഘട്ടങ്ങളിലും വിളിച്ചു പറയുന്നത് പോലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് പരസ്യമായി തന്നെ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ വിളിച്ചു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ബഹുജന പ്രക്ഷോഭങ്ങളുടെ ഭാഗമാവുക, ബഹുജന വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് VS തൻ്റെ സ്വന്തം നിലപാട് വ്യക്തമാക്കുന്ന തരത്തിലേക്കൊക്കെ നീങ്ങുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചത്. ഏറ്റവും അവസാനം ഭരണപരിഷ്കാരൻ കമ്മീഷൻ ചുമതല ഒഴിഞ്ഞതിന് ശേഷം VS വിശ്രമ ജീവിതത്തിലേക്ക് കടന്ന വീട്ടിന് മുന്നിൽ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ വീട്ടിൽ തന്നെയാണ് VSൻ്റെ ഭൗതിക ശരീരത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി നിരവധി പേർ ഒഴുകിയെത്തുന്നത്. എന്തായിരുന്നാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ VSൻ്റെ പാർട്ടി തരത്തിലുള്ള ആ ഒരു ചരിത്രം കൂടി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓരോ രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ വിദ്യാർത്ഥികളും VSൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ പാർട്ടിക്കുള്ളിലെ തന്നെ ഉൾപാർട്ടി ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പോരാടിയ ഒരു വ്യക്തിത്വമാണ്. തൻ്റെ നിലപാടുകൾ പല ഘട്ടങ്ങളിൽ വളരെ ഉറച്ച വാക്കുകൾ കൊണ്ട് വിളിച്ചു പറഞ്ഞ വ്യക്തിത്വമാണ് എന്ന കാര്യത്തിൽ സംശയമില്ലാതെ തന്നെയാണ് VSൻ്റെ വീടിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഓരോരുത്തരും വ്യക്തമാക്കുന്നത്. പല ഘട്ടത്തിലും VSൻ്റെ നിലപാടുകൾ അത് പാർട്ടിക്ക് എതിരായി വരുമ്പോഴും പല തലത്തിൽ VS അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. സമാനമായ ഒരു സാഹചര്യം അത് പല ഘട്ടങ്ങളിലും VS സൃഷ്ടിച്ചും ഇരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 2019 വരെയുള്ള അനേക പ്രശ്നങ്ങൾ എല്ലാം കൃത്യമായി തന്നെ VS ഇടപെട്ടിരുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1986 മുതൽ 2009 വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലും 1964 മുതൽ 2015 വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും അംഗമായിരുന്നു VS അച്യുതാനന്ദൻ. ഒപ്പം തന്നെ 11ാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, 12ാം കേരള നിയമസഭയിലെ മുഖ്യമന്ത്രി എന്നീ നിലകളും കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനസമ്മതി നേതാവ് എന്ന് ഈ ഘട്ടങ്ങളിലൊക്കെ വിലയിരുത്തപ്പെട്ട നേതാവാണ് VS അച്യുതാനന്ദൻ. 2015 വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും അംഗമായിരുന്നു VS അച്യുതാനന്ദൻ. 2015 ആലപ്പുഴയിൽ നടന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കേരള രാഷ്ട്രീയത്തിൽ വൻ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്ന കാലഘട്ടം കൂടിയാണ്. പ്രത്യേകിച്ച് പാർട്ടി സമ്മേളനങ്ങളിൽ നിന്ന് ഒരു പാർട്ടി കേഡർ ഇറങ്ങിപ്പോകുന്നത് അത് പാർട്ടിയോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് രുന്നത്. അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. പ്രതിനിധി സമ്മേളനം പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ VS അച്യുതാനന്ദൻ അടുത്ത വിമർശനം ഉയർന്നതോടെയായിരുന്നു വിവാദം സൃഷ്ടിച്ച് ഇറങ്ങിപ്പോക്ക്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2019 വരെ അദ്ദേഹം സജീവമായി നിരവധി ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് ജനകീയ നേതാവായി മാറുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. മതിക്കട്ടാൻ ചുരയിലെ ഭൂമി ഒപ്പം പ്ലാച്ചിയം കുടിവെള്ള പ്രശ്നം, മറയൂരിലെ ചന്ദനക്കുള തുടങ്ങിയ വിഷയങ്ങളിൽ ബഹുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ VS അച്യുതാനന്ദൻ നിർണായക വഹിച്ചിട്ടുണ്ട്. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവി രാജിവെച്ച് 2020 ജനുവരിയിലാണ് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും അദ്ദേഹം
വിരമിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ വേലിക്കകത്തെ വീട്ടിൽ അദ്ദേഹം വിശ്രമ ജീവിതം നയിക്കുന്നത്. ഇതിനിടയിലാണ് അദ്ദേഹത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നതും ചികിത്സ തുടരുന്നതും. കഴിഞ്ഞ കുറച്ച് ദിവസമായി അദ്ദേഹം തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു.